PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ആയിരിക്കുമ്പോൾ ടെമ്പറേച്ചർ സെൽഷ്യസ് സ്കെയിലിൽ എത്ര വരും എന്നുള്ളത്. PSCക്ക് വന്നിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചാനൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും അതുപോലെ കെൽവിൻ സ്കെയിലിലുള്ള വാല്യൂസിനെ പറ്റിയാണ്. PSCക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ഏതാണെന്നുള്ളത്. അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സെൽഷ്യസ് സ്കെയിലിൽ 0, അതായത് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമ്പം കെൽവിൻ സ്കെയിലിൽ 273 ആയിരിക്കും, ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ആയിരിക്കും. ഇനി നമ്മുടെ ബോഡി ടെമ്പറേച്ചറാണ്. സെൽഷ്യസ് സ്കെയിലിൽ 36.9 ആയിരിക്കും വരിക. ഇത് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ സെൽഷ്യസ് സ്കെയിലിൽ 36.9 ആണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ വരുമ്പം അത് 98.4ഉം കെൽവിൻ സ്കെയിലിൽ അത് 310 ആണ്. ഇനി സെൽഷ്യസ് സ്കെയിലിൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അതായത് നമുക്കറിയാം 0 കെൽവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം അത് രണ്ടും ഇവിടെ കിട്ടി. ഇനി ഫാരൻഹീറ്റ് സ്കെയിലിൽ വരുമ്പം മൈനസ് ആണ് സെൽഷ്യസ് സ്കെയിലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സെയിം തന്നെ ഫാരൻഹീറ്റ് സ്കെയിലും വരും, -459.68. അതവിടെ നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തത് സെൽഷ്യസ് സ്കെയിലിൽ 100 ആയിരിക്കുന്ന സമയത്ത് കെൽവിൻ സ്കെയിലിൽ 373 ആണ്, ഫാരൻഹീറ്റ് സ്കെയിലിൽ 212 ആണ്. ഇതിവിടെ ഓർത്ത് വയ്ക്കാൻ 212ൽ 2 ഉണ്ട്, കെൽവിൻ സ്കെയിലിൽ 2 3 ഉണ്ട്, സെൽഷ്യസ് സ്കെയിലിൽ 2 0 ഉണ്ട്. അപ്പം സെൽഷ്യസ് സ്കെയിലിൽ 100 ആയിരിക്കുമ്പോൾ കെൽവിൻ സ്കെയിലിൽ 373ഉം ഫാരൻഹീറ്റ് സ്കെയിലിൽ 212 ആയിരിക്കും.